ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ വളരെ നല്ലവനും വളരെ അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ 2 മൺകുടങ്ങൾ ഉണ്ടായിരുന്നു. എന്നും അദ്ദേഹം പുഴയിൽ പോയി ആ 2 മൺകുടത്തിലും നിറയെ വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരുന്നയിടയിൽ ഒരു മൺകുടം പൊട്ടി. അതിന് വിള്ളലും ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം വെള്ളം കോരുന്ന വെള്ളം മുഴുവനും ആ വിള്ളലിൽ കൂടെ പാഴായി പോകുമായിരുന്നു. എന്നും ആകെ വീട്ടിലെത്തുമ്പോൾ ആകെ അര വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും ആ പൊട്ടാത്ത മൺകുടം എന്നും ആ പൊട്ടിയ മൺകുടത്തിന് കളിയാക്കുമായിരുന്നു. നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് യജമാന് ഒരു ഉപകാരവും ഉണ്ടാവില്ല. നിന്നെ യജമാനൻ വൈകാതെ കളയും. ഇതു കേട്ട് പൊട്ടിയ മൺകുടത്തിന് വളരെ സങ്കടമായി. പക്ഷേ യജമാനൻ ആ പൊട്ടിയ മൺകുടത്തിന് കളഞ്ഞതേയില്ല. ഒരുപാട് നാൾ അതിലു തന്നെ വെള്ളം നിറക്കുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരാൻ പോകുമ്പോൾ ആ പൊട്ടിയ മൺകുടം പറഞ്ഞു, യജമാനെ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ കോരിയെടുക്കുന്ന വെള്ളം മുഴുവനും ഞാൻ പാഴാക്കുകയാണ്. എന്നെ കളഞ്ഞിട്ട് പുതിയതൊന്ന് വാങ്ങിയാലും. ഇത് കേട്ടേ കൃഷിക്കാരൻ പറഞ്ഞു, ആരാ നിന്നോട് പറഞ്ഞേ എനിക്ക് നിന്നെ ഉപകാരമില്ല എന്ന്? നീ വഴിയിലേക്കൊന്ന് നോക്കിയേ, എത്രങ്ങാനും ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് വളർന്നു നിൽക്കുന്നേ. നിന്റെ വിള്ളൽ കൂടെ പാഴായി പോകുന്ന വെള്ളം മുഴുവനും ആണ് ഈ ചെടികൾക്കും എല്ലാവർക്കും തട്ടിയാണ്ടാണ് ഇത് എല്ലാതും വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് കേട്ടേ പൊട്ടിയ മൺകുടത്തിന് വളരെ സന്തോഷമായി. ഇത് എല്ലാം കേട്ടേ ഈ പൊട്ടാത്ത മൺകുടം ഈ പൊട്ടിയ മൺകുടത്തിനോട് നാണിച്ച് ക്ഷമ ചോദിച്ചു. കുട്ടികളെ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. നമ്മളുടെ കുറവുകൾ കണ്ട് നമ്മളും ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. എല്ലാ കുറവുകളും നമ്മയാക്കാൻ ദൈവത്തിനോട് സാധിക്കും. നന്ദി.